ഹായ്, ഞാനിപ്പോൾ ഈ ചെടി നട്ടുകൊണ്ടിരിക്കുന്ന ഈ ബേസൻ ഉണ്ടല്ലോ, ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാകും. കുറച്ച് നാൾ മുന്നേ നമ്മൾ ആമ്പൽ നട്ടിരുന്ന പോട്ടാണ് വാട്ടർ പ്ലാന്റ്സ് നടുന്നത്. ഗ്രൗണ്ട് പ്ലാന്റ്സ് ഒക്കെ നടുന്ന പോലെ അത്ര ഈസി അല്ല എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ തനിയെ അതിനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ വളരുന്ന എന്തോ ഒരു ജീവി വന്നിട്ട് അത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒത്തിരി കഷ്ടപ്പെട്ട് ആമ്പൽ പൂവൊക്കെ വിരിഞ്ഞപ്പോഴത്തേനും അത് വളരെ ചെറിയ ഫ്ലവർ ആയിരുന്നു കേട്ടോ. അതങ്ങോട്ട് എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് വാട്ടർ പ്ലാന്റ്സിൻ്റെ പിറകെ കൂടി പോകാൻ ഒട്ടുമേ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആമ്പൽപ്പോട്ടൊക്കെ ഒഴിവാക്കി വെറുതെ അവരവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇവരെങ്ങനെ വെറുതെ ഇരുത്തിയാൽ പറ്റില്ലല്ലോ, നമ്മൾ എന്തായാലും കാശ് കൊടുത്ത് മേടിച്ച പോട്ടല്ലേ, പിന്നെ നമ്മൾ റൂട്ട് പിടിപ്പിച്ച് വെച്ചാൽ കുറേ വിങ്കാസും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വിചാരിച്ചു ഇതിനകത്ത് നമുക്ക് ആ വിങ്കയെ നിറച്ച് നട്ട് വെച്ചാൽ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഇന്ന് നമ്മൾ ഈ ബേസിനകത്ത് വിങ്കേനെ നടാൻ പോവുകയാണേ. ആ വിങ്ക പ്ലാന്റ്സ് മാറ്റി നടാനായിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ പോട്ട്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിനും ഒരു സൊല്യൂഷനായല്ലേ. എന്തൊക്കെ ഭ്രാന്താണല്ലേ. വാട്ടർ പ്ലാന്റ്സ് വേണമെന്നുള്ള ആഗ്രഹം പിടികൂടിയപ്പോഴാണ് ഇതുപോലെ പോട്ടൊക്കെ പോയി മേടിച്ചിട്ട് എവിടെ നിന്നൊക്കെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് നട്ടത്. പിന്നീട് ഇപ്പം തോന്നുകയാണ് അത് വേണ്ടെന്ന്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഓരോ സമയത്ത് ഓരോ ചിന്തകളാണല്ലേ. എന്തായാലും ആമ്പലും താമരയൊക്കെ നട്ട് വളർത്തി നിറയെ പൂക്കളൊക്കെ ആക്കി നിർത്തുന്നത് എത്ര എഫേർട്ട് ഇട്ടിട്ടാണെന്ന് ഞാൻ ആ ഒരു കാര്യം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ അതൊക്കെ വളരെ ഈസിയാണെന്ന് പറയുന്നവരും ഉണ്ടാവും കേട്ടോ. ഇതുപോലുള്ള പ്രാന്തൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ ബേസലിൽ അടിഭാഗത്ത് ഞാൻ കരിയിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മുകളിൽ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിങ്കാസ് എല്ലാം അതിലേക്ക് വെച്ച് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ വൈറ്റ് കളറിൻ്റെ സെൻറ്ററിൽ ഒരു റെഡ് കളർ ഡോട്ട് വരുന്ന ടൈപ്പ് വിങ്കയാണ്. ഏത് വെറൈറ്റി ആണെന്നൊക്കെ ചോദിച്ചാലും ഞാൻ പെട്ടുപോകും കേട്ടോ. വിങ്ക പ്ലാന്റ്സ് എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് വെറൈറ്റീസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഉള്ള വെറൈറ്റി പല പോട്ട്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടേ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ എൻ്റെ കൈകളിലേക്ക് എത്താത്തൊരു പ്ലാന്റാണ് വിങ്കയുടെ ബ്ലാക്ക് മൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഹൈബ്രിഡ് വിങ്കാസ് ഒക്കെ കണ്ടു തുടങ്ങുന്നത് ആ ബ്ലാക്ക് മൂണിലൂടെയൊക്കെ തന്നെയാണ്. ആ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് പേര് അതിൻ്റെ പിറകെയായിരുന്നു. ഇപ്പോൾ പല വെറൈറ്റി എക്സോട്ടിക് വിങ്കാസിൻ്റെ പുറകെയാണ് കേട്ടോ. ഇതുവരെയും ബ്ലാക്ക് മൂൺ പോലും എൻ്റെ കൈകളിലെത്താത്ത ഞാൻ പിന്നെ ബാക്കിയുള്ള വിങ്കാസ് തിരക്കി പോകുന്നത് എങ്ങനെയാണല്ലേ. ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ഞാൻ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 പ്ലാന്റ്സ് എങ്കിലും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എത്ര കാശ് കൊടുത്തും നമ്മൾ ഇഷ്ടപ്പെട്ട പ്ലാന്റ് സ്വന്തമാക്കുക എന്നുള്ളൊരു തോട്ട് എനിക്കില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വിങ്കയെല്ലാം ബേസനിൽ നട്ട് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം എടുത്തെടുത്തൊക്കെ കൊണ്ടുവച്ച് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോഴാണ് മനസ്സിലൂടെ അടുത്ത ഐഡിയ, എന്നാൽ പിന്നെ ഇതിലും വലിയൊരു ബേസിൻ ഇരിപ്പുണ്ടല്ലോ, ഇവർ രണ്ടും ഒരുമിച്ചിരുന്നതാണല്ലോ, അപ്പോൾ അതിനെ മാത്രം ഒറ്റയ്ക്കങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അതിനെയും പോയി എടുത്തിട്ട് വന്ന് കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ ഈ ചൈനീസ് ബോൾസം ആണേ. ചൈനീസ് ബോൾസം അത്ര ചെറിയ പ്ലാന്റ് അല്ല. നമ്മൾ നല്ല റൂട്ടൊക്കെ പിടിച്ച് റീപോട്ടൊക്കെ ചെയ്ത് വെച്ച പ്ലാന്റ് ആണേ. 2 പോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. 2 പോട്ടിലല്ല 3 പോട്ടിലുണ്ട് കേട്ടോ. ഈ 2 പോട്ടിൽ ഇരിക്കുന്നത് നമുക്ക് ഈ ബേസനിലേക്ക് നടാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും അടിയിൽ ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 പോട്ടിലിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പോട്ടും ഒഴിവായി കിട്ടും. അതിൽ വേറെ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഒരുപാട് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൽ ഏതെങ്കിലും 2 നമ്മുടെ ഈ ഒഴിവായി കിട്ടുന്ന പോട്ടിലേക്ക് നടാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ 3 പോട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. 2 പോട്ടിലുള്ളത് മാത്രമേ ഞാൻ ഈ ബേസിനിലോട്ട് നടുന്നുള്ളൂ. അതെ, എനിക്കൊരു ചെറിയ ഭയമുണ്ട്. ഇതിനകത്തേക്ക് മാറ്റി നട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും പറ്റി പ്ലാന്റ് എങ്ങാനും നശിച്ചു പോയാൽ അപ്പാടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മൊത്തത്തിൽ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു പ്ലാന്റിനെ ഞാൻ ഒരു പോട്ടിൽ സേഫാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മണ്ട ഞാനൊന്ന് നുള്ളി വിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈനീസ് ബോൾസത്തിൽ പൂക്കൾ വളരെ കുറവാണ്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ ഇവിടെ വിങ്ക പെറ്റൂണിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചൂടാണ്. ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ചൂടാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മുടെ സ്ഥലം പുനലൂരാണേ. അപ്പോൾ ചൂട് കൂടുതലുള്ള പ്രദേശമാണ് നമ്മുടെ ഈ പുനലൂർ എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് നടാനായിട്ട് വിങ്ക എടുക്കാൻ വന്നതാണ് കേട്ടോ. ഒരു നാടൻ വെറൈറ്റി വിങ്കയാണ് ഇത്. ഞാൻ അന്ന് തറയിലേക്ക് കുത്തി വെച്ചത് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടേ. ഇതിനെ നമുക്ക് പോട്ടിലേക്ക് മാറ്റി നടാനാണ് വെക്കുന്നത്. ഒഴിവായി കിട്ടിയ 2 പോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ റൂട്ട് പിടിപ്പിച്ചെടുത്താൽ 2 വിങ്ക തന്നെ ഇതിലേക്ക് നടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിഴുതെടുത്തുകൊണ്ടുവന്ന വിങ്കയെ ഞാൻ 2 ആക്കി എടുത്തിട്ടുണ്ട്. കാരണം അത് എന്തെന്നില്ലാതെ ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. ഹൈറ്റൊക്കെ ഓവറായി പോയാൽ ഒരു ഭംഗി വരില്ല അല്ലേ. അതുകൊണ്ട് പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തുന്നത് തന്നെയാണ് ബെറ്റർ. അതിൻ്റെ മുകളിലത്തെ ആ ഫ്ലവർ കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ കുത്തി വെക്കുന്നുണ്ട്. പക്ഷേ ആ കുത്തി വെച്ച പ്ലാന്റ് എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടാണല്ലോ, അത് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റൂട്ട് പിടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണേ. അങ്ങനെ വേറൊരു വിങ്കയും ഞാൻ റൂട്ട് പിടിപ്പിച്ച് വെച്ചത് അടുത്ത പോട്ടിലേക്കും നട്ടിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപോലെ കളർ വെറൈറ്റി നമ്മൾ ഒരു വലിയ പോട്ടിലോ അല്ലെങ്കിൽ ഒരുപാട് പോട്ടുകളിൽ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോഴോ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. എന്തായാലും നിറയെ പൂക്കളൊക്കെ ആവുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ.